ഹായ്, അമ്മൂസ് ചിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മൂസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയ ഒരു വീഡിയോയുമായിട്ടാണ്. ലോക്ക്ഡൌൺ കാരണം ഇപ്പോൾ ആർക്കും ബ്യൂട്ടി പാർലറിൽ പോകാനോ പിരികം ത്രെഡ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ എങ്ങനെ നമ്മുടെ പിരികം ത്രെഡ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനും കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. തനിയെ എങ്ങനെ ഐബ്രോ എടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് നൂലാണ്. അത് ത്രെഡ് ചെയ്യുന്ന നൂലാണെങ്കിൽ നല്ല കട്ടി കിട്ടും. മറ്റേ സാധാരണ നൂലാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് ത്രെഡിങ് നൂല് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നീളത്തിലെടുക്കണം. എടുത്തിട്ട് രണ്ടറ്റവും കൂട്ടിക്കെട്ടണം. അത് നല്ലതായിട്ട് ടൈറ്റ് ആകണം. എന്നിട്ട് രണ്ട് കൈയുടെയും വിരലെ തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ കയറ്റിയിടണം നൂല്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ടേൺ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് പതിയെ പറ്റത്തുള്ളായിരിക്കും. അത് നമ്മൾ ശ്രമിച്ച് നോക്കണം, എന്നെങ്കിലേ അത് കിട്ടത്തുള്ളൂ. അതൊരു 7 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് എടുക്കാൻ നോക്കും. ഇനി നമുക്കൊരു ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്നത് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ തടിക്കും. അപ്പം നമുക്കത് തടിച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും അലോവേര ജെല്ലോ എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് സാൻഡ്രോസിൻ്റെ അലോവേര ജെല്ലാണ്. അത് മുകളിലും താഴെയും നല്ലതായിട്ട് തേച്ച് കൊടുക്കണം. ജെല്ലില്ലെങ്കിൽ സാധാരണ പൗഡർ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കിനി ഐബ്രോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെൻറ്റർ നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്യണം. അപ്പം മുകളിൽ നിന്ന് ആദ്യം താഴോട്ടാണ് രോമത്തിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് മുകളിൽ നിന്ന് തെന്നിച്ച് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് പോരും. അപ്പോൾ അതേ നല്ല സ്പീഡ് കിട്ടത്തില്ല, ഇച്ചിരി പെയിൻ കാണും. അത് പതിയെ നമ്മൾ നമ്മുടെ വേദനയ്ക്കനുസരിച്ചൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഹെയർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നൂല് വെച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എടുത്തു വിടാൻ ഒക്കും. പിന്നെ വലിച്ചു പിടിക്കാനൊക്കാത്തത് കൊണ്ട് വലിയ സ്പീഡിൽ നമുക്ക് എടുക്കാനൊക്കത്തില്ല. അപ്പോൾ പതിയെ നമ്മളൊന്ന് പിരികം ഒന്ന് പൊക്കി ഇങ്ങനെ പിടിക്കുവാണെങ്കിൽ നമുക്ക് പതിയെ അതെടുക്കാം. ഫസ്റ്റ് നമ്മൾ താഴ്ഭാഗമാണ് എടുക്കേണ്ടത്. അവിടെ എടുത്തൊന്ന് ഷേപ്പ് ആയി കഴിയുമ്പോഴത്തേന് മുകളിൽ നിന്ന് എടുത്ത് കൊടുക്കാം. അപ്പം ഒരുപാട് തിക്കായിട്ട് നിൽക്കുന്ന പിരികുവാണെങ്കിൽ ഫസ്റ്റ് മോൾ ഭാഗമൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് താഴോട്ട് പോയാൽ മതി. പിന്നെ ഫോർഹെഡിലെ രോമങ്ങളൊക്കെ അത്യാവശ്യം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എടുത്ത് കൊടുക്കുക. ഐബ്രോ ഒന്ന് ഷേപ്പായി കഴിയുമ്പം അതൊന്ന് ചെറിയ കോമ്പുണ്ട്, ഐബ്രോയുടെ കോമ്പുണ്ട്, അതുകൊണ്ട് ചീകി നമ്മൾ ജസ്റ്റ് നിൽക്കുന്നത് ഹെയറിന് നീളം കൂടിയ ഭാഗം കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെറിയ ഇതുണ്ടെങ്കിൽ ഹെയർ ഉണ്ടെങ്കിൽ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത പിരികത്തിലോട്ട് പോകാം. അതും നമ്മൾ എൻഡിങ് ഭാഗത്തു നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ വശം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. തനിയെ എടുക്കുമ്പോൾ നമ്മൾ കണ്ണാടി നോക്കി എടുക്കുമ്പം അത് ഫോക്കസ് ചെയ്ത് നമുക്ക് ഏതാണോ വശം അങ്ങനെ എടുത്താൽ മതി. ഇന്നടത്തുനിന്ന് തന്നെ എടുത്ത് തുടങ്ങണമെന്നൊന്നുമില്ല. പിരികം പൊഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ലൈറ്റ് ചൂടായിട്ട് നമുക്ക് പിരികത്തെ തേച്ച് കൊടുക്കാം. അതൊന്ന് തേച്ച് മസാജ് ചെയ്ത് ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് ഗ്രോത്ത് ഇച്ചിരി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ലതുമാണ് നമുക്ക് രോമത്തിന്.
ഐബ്രോ എടുത്തു കഴിഞ്ഞിട്ട് നല്ലതായിട്ട് തടിക്കുവാണെങ്കിൽ നമ്മൾ ഐസ് ക്യൂബ് കൊണ്ടൊന്ന് മസാജ് ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് താന്നോളും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോണർ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഐബ്രോ ഏകദേശം എടുത്ത് കഴിയാറായി. രണ്ടും കഴിഞ്ഞു. അത്യാവശ്യം ഒന്നുകൂടെ ജസ്റ്റ് ഷേപ്പ് ചെയ്യുവാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം പാർലറിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് തനിയെ ഒന്നെടുത്ത് നോക്കാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഞാൻ ഇനിയും നല്ല നല്ല ടിപ്പുകളുമായിട്ട് വരും. ബൈ.